അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. ആരാണോ എന്നിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞത്, എന്റെ ഉത്ബോധനത്തെ പറ്റി തിരിഞ്ഞു കളഞ്ഞത്, അവൻ നാളെ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ അവന്റെ പാപഭാരം ചുമക്കുക തന്നെ ചെയ്യും, അത് വഹിക്കേണ്ടി വരും. ഖാലിദീന ഫീഹി വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംല. അവൻ നാളെ വഹിക്കുന്ന ആ കാര്യം എത്ര മോശമായ കാര്യമാണ്. യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. ഇതാ നാളെ കുറ്റവാളികളെ റബ്ബ് സുബ്ഹാനഹു വ തആല നീലവർണ്ണമുള്ളവരായിക്കൊണ്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമെന്നാണ്. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു തരികയാണ്, യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അസ്റാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ പറയുമെന്നാണ്, നമ്മൾ ദുനിയാവിൽ 10 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇത് നമ്മളെ മാത്രം പറ്റി പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 60 വർഷം 70 വർഷമാണ് ജീവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ജീവിക്കുക. ആലോചിച്ച് നോക്കുക, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുലേക്ക് മാത്രം ക്ഷണിച്ചത് മാത്രം 950 വർഷം ഉണ്ട് എന്നാണ്. 950 വർഷം ആലോചിച്ച് നോക്ക്. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരൊക്കെ പറയുമെന്നാണ്, നമ്മൾ ദുനിയാവിൽ ജീവിച്ചത് വെറും 10 ദിവസമാണ് എന്നാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അള്ളാഹു പറയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. അവർ ശബ്ദം താഴ്ത്തിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് നമ്മൾ കൃത്യമായി അറിയുന്നുണ്ട്. ഇദ് യഖൂലു അംസലുഹും ത്വരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമ. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ ഒരാൾ പറയുമെന്നാണ്, നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചത് വെറും 1 ദിവസമാണെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, അതുപോലെയായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ദുനിയാവ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ.